ഈ വർഷത്തെ 6th സ്റ്റാൻഡേർഡിലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പേജ് നമ്പർ 170. ദ ബാർ ഗ്രാഫ് ഷോസ് ദ പെർസെൻറ്റ് ഓഫ് ദോസ് ഹൂ വോട്ടഡ് ഇൻ സം വാർഡ്സ് ഇൻ എ പഞ്ചായത്ത് ഇലക്ഷൻ. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ ഓരോ വാർഡിലും നടന്ന വോട്ടുകളുടെ വിവരമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഷെയ്ഡഡ് പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് വുമൺ വോട്ടഡും ദെൻ ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്ന നമ്പർ ഓഫ് മെൻ വോട്ടഡ് ആണ് കേട്ടോ. വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണമാണ്. ഈ താഴെ മറ്റൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ ടേബിൾ ഷോസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ്. ആ പഞ്ചായത്തിലുള്ള ആകെ വോട്ടേഴ്സിൻ്റെ വാർഡ് 1ലുള്ള ആകെ 570 സ്ത്രീകൾ അവിടെ ഉണ്ട്, 620 മെന്നുണ്ട്, ആകെ 1190 പീപ്പിൾ ആ വാർഡിലുണ്ട് എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടപ്പോൾ അതിൻ്റെ 80% മാത്രമാണ് വാർഡ് 1ൽ നിന്നും വന്ന് സ്ത്രീകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാർ 90%, അതായത് 100% എത്തുവാണ്. ഇത് ഫുള്ള് നിറഞ്ഞെങ്കിലും മുഴുവൻ പേര് വോട്ട് ചെയ്തെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇവിടെ എത്ര കുറവുണ്ട്? 20% ആൾക്കാർ സ്ത്രീകൾ വന്നിട്ടില്ല, ഇവിടെ 10% ആൾക്കാരും വന്നിട്ടില്ല. ശരിയല്ലേ? സ്വാഭാവികമല്ലേ? നമുക്കവിടെ നമ്മുടെ നാട്ടിലേക്ക് വോട്ട് നടക്കുമ്പോൾ അറിയാമല്ലേ, ചിലരൊക്കെ ഗൾഫിലായിരിക്കും, ചിലപ്പോൾ വയ്യാതെ ഉള്ളവർ കാണും, പോകാൻ മടിയുള്ളവർ കാണും, അങ്ങനെ കുറേയൊക്കെ പേരെന്താ വോട്ട് ചെയ്യാൻ പോകാതിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് ദ ആക്ച്വൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൻ ഹൂ വോട്ടഡ് ഇൻ ഈച്ച് വാർഡ്. ഓരോ വാർഡിലും 570, ആകെ ടോട്ടൽ 570 ആണല്ലോ. 570ൽ എത്ര പേര് വോട്ട് ചെയ്യാൻ വന്നു? അതായത് 570ൻ്റെ 80% കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ 2 കോളം, ഇതിൻ്റെയും പെർസെൻറ്റേജിന് ഒരു കോളം വേണം, ഇതിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഒരു കോളം എക്സ്ട്രാ വരച്ചെഴുതി വേണം ഉണ്ടാക്കാൻ. നമുക്കത് ചെയ്യാം. നമുക്ക് ചിത്രം ഉപയോഗിച്ച് ഓരോ പൈ ചാർട്ട് ബാർ ഗ്രാഫിൽ പെർസെൻറ്റേജ് നമ്മൾ ആദ്യം എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 570 പെർസെൻറ്റേജ് അല്ല, ആക്ച്വൽ നമ്പർ ഓഫ് വിമൻ കണ്ടുപിടിക്കണം. അപ്പം 570ന് 80% പേരാണ് വോട്ട് ചെയ്തതെങ്കിൽ ആകെ അവിടെ എത്ര സ്ത്രീകൾ വോട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ 570ൻ്റെ 80%, 570 × 80/100 ചെയ്താൽ മതിയോ? 0 കട്ടായി. ദാറ്റ് ഈസ് ആൻസർ 57 × 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 456 പേരാണ് അവിടെ വോട്ട് ചെയ്തത്. ദെൻ 840 × 90/100, 0 കട്ടായാൽ 84 × 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 756. അടുത്തത് 760 × 70/100, അവിടെ കട്ടായിപ്പോൾ 76 × 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 532. അടുത്തത് 900 × 90/100, 0 കട്ടായാൽ 899s are 81, 810 പേര്. അടുത്തത് 740 × 90/100, 0 കട്ടായ 74 × 9 എന്ന് പറയുമ്പോൾ 666. ഓക്കെ. അടുത്തത് മെന്നിൻ്റെയും കൂടെ നമുക്ക് എഴുതാവേ. ഞാനൊന്ന് വായിച്ചിട്ട് എഴുതാം. ഓക്കെ. നമ്പർ ഓഫ് മെൻ ഹു വോട്ടഡ് എന്ന് കണ്ടുപിടിക്കുന്നത് 620 × 90/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 62 × 9, ദാറ്റ് ഈസ് 558. അടുത്തത് 790 × 80/100, 79 × 8 എന്ന് പറഞ്ഞാൽ 632. അടുത്തത് 800 × 80/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 8s are 64, 640. ദെൻ 850 × 80/100, 85 × 8, ദാറ്റ് ഈസ് 700. 720 × 80/100, 72 × 8 എന്ന് പറയുമ്പോൾ 576. അപ്പോൾ ആകെ 620 പേരിൽ 558 പേര് മാത്രമാണ് വോട്ട് ചെയ്യാൻ വന്നത്. അതുപോലെ 790 ആണെങ്കിൽ 632 പേരേ വന്നുള്ളൂ. 800 ആൾക്കാരുണ്ടതിൽ 640 പേര് വോട്ട് ചെയ്യാൻ വന്നുള്ളൂ. 850 പേരുണ്ടെങ്കിൽ 700 പേരെ വോട്ട് ചെയ്യാൻ വന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് വോട്ടേഴ്സിൻ്റെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ടീച്ചർ എക്സാമിനുള്ള റിവിഷൻ ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ എക്സാമിന് തലേ ദിവസം എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.